വന്ദേ ഭാരത് ഉദ്ഘാടനത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം ആലപിച്ച സംഭവത്തെ ന്യായീകരിച്ച് കോൺഗ്രസ് നേതാവ് NS നസൂർ. അത് വിവാദ ഗാനമല്ല, താൻ നേരത്തെയും ഇപ്പോഴും ആലപിക്കുന്ന ഗാനമാണ്. RSS ആലപിക്കുന്ന ഗാനങ്ങളെല്ലാം അവരുടേതല്ലെന്നും നസൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, ആ വന്ദേ ഭാരതിൽ കുട്ടികൾ ആലപിച്ച ഗണഗീതം അത് RSSന്റേതല്ലെന്നാണോ നസൂറിന്റെ ഒരു ന്യായീകരണം? ദിവ്യ, വന്ദേ ഭാരതിൽ ചെറിയ സ്കൂൾ കുട്ടികളെ കൊണ്ട് ഗണഗീതം പഠിപ്പിച്ച സംഭവം വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകുമെന്ന് അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ അതിശക്തമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്, രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് ഇത് അങ്ങനെ അപകടകരമായ ഒരു ഗാനമൊന്നുമല്ല, അത് പാടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, മാത്രമല്ല ഈ പാടിയ കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, ഇപ്പോഴും പാർട്ടിയിൽ ഭാരവാഹിത്വമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു മുതിർന്ന നേതാവാണ്. ഇത് ഗണഗീതമെന്ന് പറയാൻ കഴിയില്ല, ഇത് കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങളൊക്കെ പാടിക്കൊണ്ടിരുന്ന ഗാനമാണ്. നേരത്തെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ സ്ഥിരമായി ഇത് പാടുമായിരുന്നു, ഇപ്പോഴും പാടുന്ന ഗാനമാണ്. അതുകൊണ്ട് ഈ ഗാനം RSSകാർ പാടി എന്നത് കരുതി അത് RSSന്റെ ഗാനമെന്ന് പറഞ്ഞ് അവർക്ക് നൽകാനൊന്നും കഴിയില്ല. ഇതൊരു പൊതുവായ ഗാനമാണ്, അത് പാടി എന്നതുകൊണ്ട് അത്തരത്തിലൊരു ചാപ്പ കുത്തേണ്ട കാര്യമില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത്. എന്തായാലും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വീഡിയോ, ഈ കുട്ടികൾ ഈ ഗാനം ആലപിക്കുന്ന വീഡിയോ കൂടി അപ്ലോഡ് ചെയ്ത് അതിൻ്റെ കമൻ്റ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ഗാനം ആലപിച്ച കുട്ടികളെ അഭിനന്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്.